ഗാസ സമാധാനത്തിലേക്ക് പോവുകയാണോ? വളരെ വലിയ വാർത്തകളാണ് പശ്ചിമ ഏഷ്യയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെതന്യാഹു ഒറ്റയ്ക്കാണ് പല തീരുമാനങ്ങളും എടുക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഈഗോയ്ക്കും കോംപ്ലക്സിനും അനുസരിച്ച് ഒരു ജനത അനുഭവിക്കേണ്ടി വരുന്നുവെന്നുമൊക്കെയുള്ള ചർച്ച ഇസ്രായേലിലും തുടങ്ങിക്കഴിഞ്ഞു. 2023 ഹമാസ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലികളെ ടെൽ-അവീവിലും ഇസ്രായേലിലും 10,000 പേരെ കൊന്നു. പക്ഷെ അതിന് തിരിച്ചടിച്ചത് വലിയ ക്രൂരമായിട്ടാണ്. യുദ്ധതന്ത്രത്തിൽ അങ്ങനെ ഇല്ല. യുദ്ധത്തിൽ ഒന്നടിച്ചാൽ 2 or 3 തിരിച്ചടിക്കാം, മാക്സിമം പോയാൽ 4 തിരിച്ചടിക്കാം. എല്ലാ യുദ്ധത്തിനും യുദ്ധത്തിൻ്റേതായ നൈതികതയുണ്ട്. പക്ഷേ ഇസ്രായേൽ കുറച്ച് കൂട്ടി അടിച്ചതായിട്ടാണ് കേൾക്കുന്നത്. ഇസ്രായേൽ ഹമാസിനെ നിഷ്കാസനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഗാസയിൽ 67,000-ലധികം ആളുകളെ കൊല്ലാൻ കൊന്നു. ലക്ഷക്കണക്കിന് ആളുകളെ ബന്ദികളാക്കി. ഒരു കാരണവശാലും അത് ശരിയല്ല. കണക്കെടുക്കുമ്പോൾ ഞങ്ങളെ അടിച്ചിട്ടാണ് ഞങ്ങളും അടിച്ചത്, ശരിയാണ്. ഒന്നാം തെറ്റുകാരൻ ഹമാസ് തന്നെയാണ്. പക്ഷെ ഹമാസ് അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് വലിയ ആഘാതമാണ് ഗാസ പട്ടിയിലേക്ക് ഇസ്രായേൽ കൊടുത്തത്. എന്തായാലും അത് ചരിത്രം. അതിപ്പോൾ ഒക്ടോബർ 7 കഴിഞ്ഞു, ഇന്ന് 10 ആകുന്നു. സമാധാനത്തിന് നോബൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഒരുപക്ഷേ ഈ ഗാസയിലെയും ഹമാസിൻ്റെയും ഇസ്രായേലിലെയും പാലസ്തീൻ്റെയും ഈ കരാറുകളുടെയും കൂടി അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയാലും അത്ഭുതമില്ല. അതിപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്തായാലും ഇന്നലെ ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് മന്ത്രിസഭ തീരുമാനമെടുത്തു. വെടിനിർത്തലിനുള്ള നടപടികൾ ആരംഭിക്കുന്നു. ബന്ദികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നു. ബന്ദികളുടെ ബന്ധുമിത്രാദികളുടെ സന്തോഷം ഇന്നലെ ഇൻ്റർനാഷണൽ ചാനലുകളിൽ വന്നു തുടങ്ങി. വലിയ സമാധാനത്തിൻ്റെ കരാറുകളാണ് വരുന്നത്. പരസ്പരം ആയുധം വച്ച് കീഴടങ്ങിയും ബന്ദികളെ മോചിപ്പിച്ചും ഒരു ദീർഘകാല കരാറിലേക്ക് പോകുമോ, അതോ യുദ്ധം നിൽക്കുമോ, യുദ്ധം തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. താൽക്കാലികമായ വെടിനിർത്തലാണോ ഇത് എന്നതും പ്രശ്നമാണ്. ആത്യന്തികമായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ 2 രാഷ്ട്രമായി ഇത് നിൽക്കുമോ, 3 രാഷ്ട്രത്തിൻ്റെ ആവശ്യമുണ്ടോ? ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം 2 കൂട്ടർക്കും അതിവൈകാരികമായ സ്ഥലമായി 2 കൂട്ടരുടെയും ആത്മീയ കേന്ദ്രമായി നിൽക്കുമ്പോൾ യേശുവിൻ്റെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ജെറുസലേമിൽ, മുസ്ലിങ്ങളുടെ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി തിരുമേനിയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുന്ന ജെറുസലേമിൽ എന്തായാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ആ മണ്ണിന് അവകാശം പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് അതീവ ഗൗരവതരമായ പ്രശ്നമാണ്. താൽക്കാലികമായി ട്രംപ് പറഞ്ഞതിൻ്റെ പേരിൽ ചർച്ചകൾ നടന്ന് ഒരു വെടിനിർത്തൽ വരികയാണെങ്കിലും വലിയ വിലയാണ് ഇസ്രായേൽ കൊടുക്കേണ്ടി വരുന്നത്. ഇസ്രായേൽ വലിയ തോതിലാണ് ഈ നടപടികൾ ആരംഭിച്ചത്. പക്ഷേ എന്തായാലും ഇസ്രായേൽ മന്ത്രിസഭ ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ പുതിയ പ്രകാശവും പുതിയ വെളിച്ചവും വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹമാസും ഇത് തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇനി നടപടികൾ ഉണ്ടാവണം, അതാണ് വളരെ പ്രധാനം. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഭരണകൂടവും അവരുടെ ചിന്തകളും അവരുടെ ആളുകളും ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ നിന്ന് നടപടി ഉണ്ടാകണം. അങ്ങനെ 2 സ്ഥലത്തും നടപടി ഉണ്ടായാൽ തീർച്ചയായും ഈ 72 മണിക്കൂറിൻ്റെ കഥയൊക്കെ വലിയ വിഷയമല്ല. 72 മണിക്കൂർ കഴിഞ്ഞു ശരിക്ക്. പക്ഷേ അപ്പോൾ അതിന് വലിയ വിഷയമല്ല. കാരണം 72 മണിക്കൂറിനകത്ത് മറുപടി പറയണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ, ആക്ഷൻ വരണമെന്നില്ലായിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞു. ഹമാസ് 72 മണിക്കൂറിനകത്ത് തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ 72 മണിക്കൂർ കൊണ്ട് മറുപടി പറയണം, അല്ലെങ്കിൽ ഹമാസിനെയും ഗാസയെയും ഒക്കെ തകർത്ത് കളയുമെന്ന് ട്രംപും കൂടി പറഞ്ഞപ്പോഴാണ് അതിനൊരു മാനം കൂടിയത്. എന്തായാലും സമാധാനത്തിലേക്ക് പോകുന്നു രാജ്യം. പശ്ചിമേഷ്യ റീജിയൻ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇനി അപ്പോൾ സിറിയയുണ്ട്, അതുപോലെ തന്നെ ഖത്തറുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ അംഗരാജ്യങ്ങളെപ്പോലെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. നാറ്റോ സഖ്യമുണ്ട്. കുറേ അധികം രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. കുറേയധികം രാജ്യങ്ങൾ പാലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ
പുതിയ നിലപാട് എന്ത് എന്നറിയേണ്ടതുണ്ട്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഒരു സഹതാപം, പാലസ്തീനോടൊരു സഹതാപവും പാലസ്തീൻ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള സമീപനവും, എന്നാൽ പല കരാറുകളും ഇടപാടുകളും കൊണ്ട് ഇസ്രായേലിനോടുള്ള ശക്തമായ വിധേയത്വമല്ല അവരുടെ താല്പര്യവും. അപ്പോൾ ഇത് രണ്ടും ഇന്ത്യക്കുണ്ട്. ഇസ്രായേലിനുള്ള ഒരു അമിതമായ താല്പര്യമുണ്ട്, ഒരു സഹതാപമുണ്ട് പാലസ്തീനോട്. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. എന്തായാലും പാലസ്തീൻ വരുമോ? നമുക്ക് പാലസ്തീൻ വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഗാസയിലെ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഒന്ന് കുറയും, ഹമാസ് ഇസ്രായേലിനെ തല്ലാൻ നിൽക്കുന്നതൊന്ന് പിൻവലിയും. ചുരുക്കത്തിൽ ഒരു എന്ത് തന്നെ പറഞ്ഞാലും ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവും വെള്ളക്കൊടിയും ശുഭ്രപതാകയും പാറാനാണ് സാധ്യത. പക്ഷേ ഇതിനിടയിൽ ഇനി ട്രംപിന് മനംമാറ്റം ഉണ്ടായി വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും പ്രശ്നങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നെതന്യാഹു വളരെ ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ മന്ത്രിസഭ ആ തീരുമാനത്തിനനുസരിച്ച് ഇനിയിപ്പോൾ അത് ബാക്കി അവരുടെ മറ്റ് സഭകളും ആളുകളുമൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞ് സൈന്യത്തിനൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ മനോഹരമായ രീതിയിലുള്ളൊരു സമാധാനം നമുക്ക് ആ പ്രദേശത്ത് പ്രതീക്ഷിക്കാം. ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്, ഭക്ഷണം കിട്ടാതിരിക്കുന്നത്. അതിനകത്തൊരു തമാശ, അല്ലെങ്കിൽ ഒരു ഗൗരവമായ തമാശ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഗൗരവമായൊരു കാര്യം, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെയാണ് ധാരാളമായി അതിനകത്ത് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. ആരായാലും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും കുട്ടികൾ ഒന്നും പിഴച്ചതല്ല. അവരൊരു മതത്തിൽ ജനിക്കേണ്ടി വന്നത് അവരുടെ കുറ്റവുമല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വെറുതെ വിടണം. എന്തായാലും ഹമാസും ഇസ്രായേലും ഒരു മേശയുടെ ചുറ്റും വരുന്നു, അല്ലെങ്കിൽ ഒരു സമാധാന കരാറിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വലിയ സന്തോഷത്തോടുകൂടിയാണ് ലോകം സ്വീകരിക്കുന്നത്. അതിൻ്റെ നല്ല ദിവസങ്ങളായിരിക്കും വരുന്നത്. കാരണം ഇന്നലെയാണ് തീരുമാനങ്ങൾ വന്നത്, ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. ഇനിയിപ്പോൾ ബാക്കി ഇന്നും നാളെയുമൊക്കെ ആയി വളരെ ഗൗരവതരമായ പരസ്പര ധാരണയും വെടിനിർത്തലും ആയുധം കീഴടക്കലും ആയുധം വയ്ക്കലും ഒക്കെ അടക്കിയിട്ടുള്ള വലിയ നടപടികളാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഗൗരവമായി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.